സാധാരണ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യോ അതല്ല ഇന്ന് ഞാൻ കണ്ണടച്ചു വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ലേറ്റായിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ചൂടിയ പുതപ്പെടുത്ത് മടക്കി വെച്ചു. ശേഷം എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുള്ള പരിപാടിയാണ് ഉറക്കത്തിൽ എണ്ണീറ്റ് കഴിഞ്ഞാൽ അപ്പം മുടി ചീപ്പണം. മുടി ചീപ്പി കഴിഞ്ഞാൽ പല്ല് തേക്കണം. അപ്പൊ അടുക്കളയിലോട്ട് ഞാൻ ബ്രഷൊക്കെ എടുത്തിട്ട് വാഷ് ബേസിന് എടുത്തോട്ട് നടന്നു പോകുന്ന വഴിക്ക് എന്റെ കാല് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 വട്ടം നല്ല ഇടി ഇടിച്ചായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഈ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ട് തന്നെ ഒന്ന് കണ്ണടച്ചിടുന്നപ്പോഴത്തേക്ക് എന്റെ കാലം അവിടെ ഇവിടെയൊക്കെ ഇടിക്കുന്നുണ്ട്. അപ്പൊ ഈ പബ്ലിക്കിലൊക്കെ വെച്ച് നമ്മൾ ബ്ലൈൻഡ് ആയിട്ടുള്ളവരെ കാണത്തില്ലേ, അപ്പൊ അവരുടെയൊക്കെ ഓരോരോ ദിവസവും ആലോചിച്ചു നോക്കേ എന്താല്ലേ. പല്ലൊക്കെ തേച്ചിട്ട് മുഖമൊക്കെ ഒന്ന് വൃത്തിയായി കഴുകി തുടച്ചിട്ട് അടുക്കളയിലോട്ട് പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ പോവാണ്. എനിക്കിത് ചെയ്തപ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്ത്. അപ്പോഴാണ് ഞാൻ പണ്ടെല്ലാരും പറയുന്ന ഒരു കാര്യം ഓർത്തത്, കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളൂ. അതുകൊണ്ട് ഓവറായിട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാതെയും അവിടെ ഇവിടെ തല്ലുണ്ടാക്കാൻ പോലെയും മര്യാദക്കൊക്കെ വീട്ടിയിരിക്കുക. വേറെ ഒന്നും കൂടെ അല്ല പറഞ്ഞത്. എങ്ങാനും വല്ല ഇടി ഉണ്ടായി നിങ്ങളുടെ കണ്ണിനൊക്കെ ആയിട്ട് ഒരു ഇടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കിടന്ന് കുറ്റവും അടിച്ചിട്ടൊരു കാര്യമില്ല. പോകേണ്ടത് പോയി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പത്രം എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് പോവാണ്. അവിടെ ഇവിടെ കിടന്ന് തപ്പുന്നുണ്ടെങ്കിലും പത്രം മാത്രം കിട്ടുന്നില്ല. ലാസ്റ്റ് ചേച്ചി പറഞ്ഞു തന്നു സൈഡിൽ കിടപ്പുണ്ടത്. പിന്നെ സമയം പോകാത്തോണ്ട് സമയം കളയാൻ വേണ്ടി ഇയർഫോണും കുത്തി കിണറ്റിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് പാട്ട് കേൾക്കുവാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് തുണി കഴുകാൻ ബാക്കി കിടപ്പുണ്ട്. അങ്ങനെ ഉള്ള തുണി എടുത്തോണ്ട് കല്ലിലിട്ട് കഴുകിയിട്ട് വെളിയിൽ കൊണ്ട് നൂത്തിയിട്ട് ഞാൻ. സമയം ഏതാണ്ട് 1:30 കഴിഞ്ഞ്. അപ്പൊ ചോറമ്മ വിളമ്പി വെച്ച് അതെടുത്ത് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി ഞാൻ. അങ്ങനെ ഒരു 5:30-5:45 ഉറക്കത്തിൽ നിന്നിട്ട് ചായ കുടിയുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കാണുന്നത്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കൊന്ന് കയറി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയിട്ട് രാത്രിത്തെ ഫുഡും കഴിച്ച് നമ്മൾ ഈ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. ഞാൻ ലക്കിയല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. നടക്കുന്നതിനും കേൾക്കുന്നതിനും കാണുന്നതിനും ഒന്നും ഒരു കുഴപ്പമില്ല. ജനിച്ചത് തന്നെ വലിയൊരു ലക്കാണ്.